ഈശ്വരിക്കട്ടെ. പേടിയുണ്ട്, പേടിയോടുകൂടിയാണ് നിങ്ങളുടെ ചർച്ച കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് നീൽ ആംസ്ട്രോങ്ങിൻ്റെ അദ്ദേഹം ഏറ്റവും ആദ്യം ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ പറഞ്ഞു, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു സ്റ്റെപ്പാണ്, ഒരു പാദവയ്പ്പാണ്. പക്ഷേ ഹ്യൂമാനിറ്റിയെ, മനുഷ്യത്തെ മുഴുവൻ മനുഷ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗ്രേറ്റ് ജയന്റ് ലീപ്പ്, വലിയ ഒരു എടുത്തുചാട്ടമാണെന്നാണ്. അപ്പോൾ ഇത് വളരെ എന്താ പറയുക, പരിമിതമായ സമയത്തിൽ വളരെയധികം മനോഹരമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വളരെ കുറഞ്ഞ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രമുള്ളൊരു സംഭവമാണ്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഞാൻ വളരെയധികം ആശംസിക്കുന്നതും ഇത് എല്ലാ രൂപതകളിലും, എറണാകുളത്ത് മാത്രമല്ല എല്ലാ രൂപതകളിലും, സീറോ മലബാർ സഭയിൽ മാത്രമല്ല, എവിടെയൊക്കെയാണ് കത്തോലിക്ക സഭയുള്ളത്, കർത്താവ് സ്ഥാപിച്ച സഭയുള്ളത്, അവിടെയെല്ലാം ഇങ്ങനെയുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ആത്മായ മുന്നേറ്റങ്ങൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് പറയാൻ ഇഷ്ടം ദൈവ ജനത്തിന്റെ മുന്നേറ്റം എന്ന് പറയുന്നത്. കാരണം അൽമായർ എന്ന് പറയുമ്പോൾ അതിൽ വൈദികരും സന്യസ്തരും ഒക്കെ ഉണ്ടോ എന്നൊരു സംശയമാണ്. ദൈവജനം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടിയാണല്ലോ. അതുകൊണ്ട് ഒരുപോലത്തെ ആശയങ്ങൾ ഷെയർ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, സന്യസ്തരായവരും വൈദികരായവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അൽമായം എന്ന് പറയുമ്പോൾ അതിന് നമ്മളൊന്ന് ചെറുതാക്കിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ചെറുതായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താണ്. എന്നെ അധികം പേർക്കൊന്നും അറിയാൻ സാധ്യതയില്ല, അധികം പേർക്ക് നല്ല ആർക്കും അറിയാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ചിന്ത. എൻ്റെ പേര് സിജോ, കണ്ണമ്പുഴ എന്നാണ് വീട്ടുപേര്. അന്നനാട് ഇടവകക്കാരനാണ് ഞാൻ. ഓർഡർ ഓഫ് മിനിംസ് എന്ന് പറയുന്ന ഒരു സന്യാസ സഭയിലെ അംഗമാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് തലശ്ശേരി അതിരൂപതയിൽ ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ക്ലെറിക്കലിസം എന്നുള്ള വാക്ക് ഒരുപക്ഷെ നമ്മൾ വളരെ എന്താ പറയുക ഫോർമലായിട്ട് മാത്രം കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൊരു വാക്കാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക, എന്താണ് അതിൻ്റെ പ്രശ്നം? ഫ്രാൻസിസ് മാർപ്പാപ്പ മനോഹരമായിട്ട് ക്ലെറിക്കലിസത്തെ കുറിച്ച് 2018 സിനഡ് പിതാക്കന്മാരോട് സംസാരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം ഏറ്റവും ആദ്യം പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: ക്ലെറിക്കലിസം, അല്ലെങ്കിൽ മരിച്ചേച്ച് പറഞ്ഞതുപോലെ പൗരോഹിത്യ പൗരോഹിത്യ മേധാവിത്വം, അങ്ങനൊരു വാക്കിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പൗരോഹിത്യ മേധാവിത്വം സഭയുടെ വൈകൃതമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പിതാവ് തൻ്റെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കോട്ട് മാത്രം ഞാൻ വായിച്ച് ആരംഭിക്കുകയാണ്. സ്വീകരിക്കപ്പെടുന്ന ശുശ്രൂഷയെ സൗജന്യവും ഉദാരവുമായ സേവനമായിട്ടല്ല, മറിച്ച് പ്രയോഗിക്കേണ്ട ഒരു ശക്തിയായി വ്യാഖ്യാനിക്കുന്ന ഉന്നതരും എക്സ്ക്ലൂസിസ്റ്റുമായ തൊഴിൽ ദർശനത്തിൽ നിന്നാണ് പൗരോഹിത്യവാദം, ക്ലെറിക്കലിസം ഉടലെടുക്കുന്നത്. എല്ലാ ഉത്തരങ്ങളുമുള്ള ഒരു കൂട്ടത്തിൽ പെട്ടവരാണ് നമ്മളെന്നും ഇനി ഒന്നും കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലെന്നും ഇത് നമ്മെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നു. പൗരോഹിത്യവാദം ഒരു വൈകൃതമാണ്. സഭയിലെ പല തിന്മകളുടെയും മൂലകാരണം അതാണ്. ഇതിനായി നാം താഴ്മയോടെ ക്ഷമ ചോദിക്കുകയും എല്ലാറ്റിനുമുപരി ഇത് ആവർത്തിക്കാതിരിക്കാൻ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും വേണം. പറഞ്ഞത് ഞാനല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ക്ലെറിക്കലിസം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പത്തിൽ പറയാൻ സാധിക്കുക. ക്ലെറിക്കലിസം സഭാ സമൂഹത്തെ 2 തട്ടിലേക്ക് തിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യത്തേത് പൗരോഹിത്യ ശുശ്രൂഷയിലുള്ള ക്ലെർജി, അവർ ഏറ്റവും മുകളിൽ നിൽക്കുന്നു. ഏറ്റവും താഴെയായിട്ട് ലൈറ്റി, അതായത് അൽമായർ നിൽക്കുന്നു. ഇങ്ങനെയുള്ളൊരു വിഭജനം സാധ്യമാക്കുകയാണ് ക്ലെറിക്കലിസം ചെയ്യുന്നത്. അതാണ് ക്ലെറിക്കലിസത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത. ഇത് ദൈവജനത്തിൻ്റെ ഒരു ഹാർമണിയെ, ഒരു സ്നേഹത്തെ അല്ലെങ്കിൽ കൂട്ടായ്മയെ വളരെ പെട്ടെന്ന് നശിപ്പിക്കുന്ന ഒന്നാണ്. ദൈവജനം 2ആയിട്ട് വിഭജിക്കപ്പെടുകയും ദൈവജനം ക്ലെർജി എന്ന പേരിൽ ഒരു കൂട്ടരും അൽമായർ എന്ന പേരിൽ മറ്റൊരു കൂട്ടരും ഇങ്ങനെ ഒരു 2 വിഘടിതമായ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് ക്ലെറിക്കലിസത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ക്ലെർജി ആയവർ, പുരോഹിത ഗണത്തിൽപ്പെട്ടവർ തങ്ങളുടെ ഓർഡിനേഷൻ സമയത്ത് എന്തൊക്കെയോ തങ്ങൾക്ക് കൂടുതലായി ലഭിച്ചു എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥയാണ് ക്ലെറിക്കലിസത്തിന്റെ ആദ്യ ഭാവം എന്നാണ് എനിക്ക് തോന്നുന്നത്.
നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണ്, നമ്മളെല്ലാവരും കത്തോലിക്കരാണ്. മാമോദീസ വേളയിൽ എനിക്ക് ലഭിച്ച ഉത്തരവാദിത്വം അത് കർത്താവിനെ എല്ലായിടത്തും പ്രഘോഷിക്കുക എന്നുള്ളതാണ്. അത് എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചിരിക്കുന്നതാണ്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ വൈദികർക്ക് മാത്രമല്ല, അൽമായർക്ക് മാത്രമല്ല, ഭൂമിയിൽ മാമോദീസ സ്വീകരിച്ച എല്ലാവർക്കും ആ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്വമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. എൻ്റെ ഓർഡിനേഷൻ, എൻ്റെ പൗരോഹിത്യ സ്വീകരണം, എൻ്റെ ആ പ്രത്യേകമായ ആ എന്താ പറയുക റെസ്പോൺസിബിലിറ്റിക്ക് ആക്കം കൂട്ടി അതിനെ മാറ്റി അല്ലെങ്കിൽ അതിനെ മറച്ചു കളയുന്നൊന്നല്ല, അതിനെ അല്പം കൂടി ശക്തിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എൻ്റെ കർത്താവിനെ പ്രകീർത്തിക്കാനുള്ള, കർത്താവിന് പങ്കുവെക്കാനുള്ള ഉത്തരവാദിത്തത്തെ കൂടുതൽ ഗൗരവതരമാക്കുന്ന ഒന്നാണ്. അത് എൻ്റെ മാമോദീസ വിളിയെ ഒരു വിധത്തിലും ചെറുതാക്കുകയോ അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുകയോ, ഞാൻ പുരോഹിതനാകുന്നത് വഴിയായിട്ട് മാമോദീസായിൽ എനിക്ക് ലഭിച്ചതിൻ്റെ എന്തെങ്കിലും മാറ്റം വരുത്തുകയോ വർദ്ധിപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ല. അത് അങ്ങനെ തന്നെ നിലകൊള്ളുകയാണ് ചെയ്യുക. ഒരു നല്ല വൈദികൻ എപ്പോഴും ക്രിസ്തുവിൻ്റെ ഹൃദയം തിരിച്ചറിഞ്ഞ് ക്രിസ്തു എന്താണോ പ്രവർത്തിക്കാനായിട്ട് സാധ്യതയുള്ളത് അതനുസരിച്ച് അവരുടെ ജീവിതത്തെ മാറ്റിയെടുക്കേണ്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. ക്ലെറിക്കലിസം ഒരിക്കലും കർത്താവിൻ്റെ പദ്ധതിയുടെ ഭാഗമല്ല, അത് മനുഷ്യൻ്റെ തിന്മയുടെ ഭാഗമാണ്. ക്ലെറിക്കലിസം വിതൗട്ട് ഡിസൈപ്പിൾഷിപ്പ് ഈസ് എ ഡേഞ്ചർ. ശരിക്കും പൗരോഹിത്യവാദം വരുന്നത് തന്നെ അവൻ്റെ ശിഷ്യത്വം മറന്നു പോകുമ്പോഴാണ്. മാമോദീസ വേളയിൽ നമുക്ക് ലഭിച്ച ആ ശിഷ്യത്വം അത് പലപ്പോഴും മറന്നു പോവുകയും മറ്റു പലതിലേക്കും നമ്മുടെ ചിന്തകൾ, പ്രത്യേകിച്ച് വൈദികരെ സംബന്ധിച്ചിടത്തോളം മറ്റു പലതിലേക്കും അവരുടെ കാഴ്ചകൾ മാറിപ്പോവുകയും ചെയ്യുമ്പോഴാണ് ഈ ക്ലെറിക്കലിസം ഉടലെടുക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ശിഷ്യത്വം ഇല്ലാതാകുമ്പോൾ ഉദാസകൾ പരിക്രമം ചെയ്യുന്ന ഒരു സാധാരണ തൊഴിലാളിയായിട്ട് അവൻ മാറ്റപ്പെടുകയാണ്. പലപ്പോഴും ഒരു ആത്മീയ ബന്ധം ക്രിസ്തുവുമായിട്ട് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഒരു ക്ലെറിക്കലിസത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാനായിട്ട് സാധിക്കില്ല. ക്ലെറിക്കലിസത്തിൻ്റെ ഹിസ്റ്ററി കൂടുതലായിട്ടൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ചെറുതായിട്ട് ഞാൻ പറയുകയാണ്. നമുക്ക് പഴയ നിയമ ഭാഗത്ത് തന്നെ ക്ലെറിക്കലിസത്തിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. ദൈവം മോശയോട് പറയുകയാണ്, ആരോനെയും നിന്റെ മറ്റു സഹോദരങ്ങളെയും മാറ്റി നിർത്തി അവർ പുതിയൊരു പുരോഹിത ജനമായിട്ട് മാറണം, ലേവിയുടെ മക്കളെല്ലാവരും അവൻ്റെ ഡിസെൻഡൻസ് എല്ലാവരും പുരോഹിത ഗണമായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി അവരെ മാറ്റി നിർത്തപ്പെട്ട ഒരു ഗണമായിട്ട് അവർ മാറുന്നു. അവർക്ക് മറ്റു ജോലികളൊന്നും അവർ ചെയ്യുന്നില്ല. അവർ ദൈവിക ആരാധനയ്ക്ക് വേണ്ടി മാത്രം മാറ്റി നിർത്തപ്പെട്ടവരാകുന്നു. സാവധാനത്തിൽ അവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടക്കാനായിട്ട് മറ്റു 11 ഗോത്രങ്ങളിലുള്ളവർ അവരുടെ സമ്പാദനത്തിൻ്റെ 10% അവർക്ക് നൽകാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണ് പുരോഹിതർക്ക് മറ്റുള്ളവരുടെ ചിലവിൽ ജീവിക്കുന്നവരായിട്ട് പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇസ്രായേലിൻ്റെ ആ പൗരോഹിത്യ ശുശ്രൂഷ അല്ലെങ്കിൽ പൗരോഹിത്യ ഗണം എപ്പോഴും മെയിൽ ഓറിയന്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ എപ്പോഴും ഹെറിഡിറ്ററി ആയിരുന്നു, പുരുഷന്മാർക്ക് മാത്രം. അതുപോലെ പാരമ്പര്യത്തിലൂന്നിയ എന്താ പറയുക, ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നായിട്ടാണ് ഈ പൗരോഹിത്യ ഗണം മാറിയിരുന്നത്. പിന്നീട് ഇസ്രായേൽക്കാരുടെ അവരുടെ ശുശ്രൂഷ രീതികൾ, അവരുടെ ആരാധനയെല്ലാം വളരെയധികം റിച്വലിസ്റ്റിക് ആയി കഴിഞ്ഞപ്പോൾ പൗരോഹിത്യവും ജനവും അവരവരുടെ വ്യത്യാസം കൂടുതൽ കഠിനപ്പെടാനായിട്ട് തുടങ്ങി. അവരല്പം കൂടിയൊക്കെ വ്യത്യസ്തത സ്വീകരിക്കുകയും അവർ മറ്റുള്ളവരിൽ നിന്ന് അല്പം കൂടി മാറ്റി നിർത്തപ്പെട്ടവരാണ് എന്നുള്ള സ്വയമായ ചിന്തകളിലേക്കൊക്കെ കടന്നു വരുന്നത് നമ്മൾ ബൈബിൾ വായനയിൽ സാവധാനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈശോയുടെ ഏറ്റവും മനോഹരമായ ഉപമയിലൊക്കെ പുരോഹിതനെ കുറിച്ചൊക്കെ പറയുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. ഏതായാലും അതിനുശേഷം നമ്മുടെ സഭ ആരംഭിച്ചു കഴിയുമ്പോൾ ആദിമസഭയുടെ വേളയിലും ഈ പൗരോഹിത്യ ഗണത്തിൻ്റെ പഴയ നിയമ പൗരോഹിത്യ ഗണത്തിൻ്റെ ചില ഭാഗങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് അത് പിന്നെയും പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ മാറ്റി നിർത്തപ്പെട്ടവരാണ്, അവർ പ്രത്യേകമായിട്ട് കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർക്ക് മറ്റുള്ളവരെക്കാൾ അല്പം കൂടി ഭേദപ്പെട്ട മെച്ചപ്പെട്ട ഒരു സ്ഥാനമുണ്ട് എന്നുള്ള ചിന്തയൊക്കെ അപ്പോഴും നിലനിർത്തപ്പെടുകയാണ് ഉണ്ടായത്. കാലങ്ങൾ കുറെ കടന്നുപോയി. സന്യാസവും വൈദിക വൃത്തിയും അതുപോലെ സമർപ്പണ ജീവിതമൊക്കെ മാറി മാറി വന്നപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്, ഈ ക്ലറിക്കലിസം വഴിയായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഒരു സ്പിരിച്വൽ എലമെൻ്റാണ്. സഭ വളരെയധികം വളരാനും അതിനൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഫോർമേഷൻ വരാനും ഒക്കെ ഈ ക്ലറിക്കലിസം സഹായിച്ചു എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റില്ല. പക്ഷേ അതിന് നഷ്ടപ്പെട്ടു പോയത് ആധ്യാത്മികമായ ഒരു ഭാവമായിരുന്നു.
സഭ കെട്ടിപ്പടുക്കാനും സഭയുടെ സമ്പത്ത് കൃത്യമായിട്ട് ഉപയോഗിക്കാനും അത് നഷ്ടം വരാതിരിക്കാനും ഒക്കെ ആയിട്ട് ക്ലറിക്കലിസം പരിശ്രമിച്ചപ്പോൾ അതുവഴി ആത്മീയമായിട്ടുണ്ടായിരിക്കേണ്ട പല നന്മകളും ഒരു ദൈവത്തിനും ദൈവജനത്തിനും ഇടയിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി സംവദിക്കേണ്ട ആ ഒരു സ്ഥാനത്തിന്റെ ധാർമ്മികത പലപ്പോഴും നഷ്ടപ്പെടുവാനൊക്കെയായിട്ട് അത് കാരണമായിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഈ ക്ലറിക്കലിസം വഴിയായിട്ട് ക്ലർജി മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തരാണ് എന്നുള്ളൊരു ചിന്ത വരാനായിട്ട് കാരണമായി. വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം സഭയിൽ വലിയ മൂല്യച്യുതിക്ക്, അതിലുപരിയായിട്ട് ഡിവിഷന്, പലപ്പോഴും ക്രിസ്തു ആഗ്രഹിക്കാത്ത പല സമ്പ്രദായങ്ങൾക്കും ഈ ക്ലറിക്കലിസം കാരണമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഈ ക്ലറിക്കലിസം എമേർജ് ചെയ്തത്, എങ്ങനെയാണ് വന്നത് എന്ന് നമ്മൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ 2-3 കാരണങ്ങളുണ്ട്. അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് ക്ലർജിക്കായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഒരു പ്രധാനപ്പെട്ട സ്ഥാനം നൽകപ്പെട്ടു. അതുപോലെ തന്നെ അവർ തമ്മിൽ ഒരു ക്ലോസ്ഡ് കാസ്റ്റ് ആയിട്ട് അവരെ തന്നെ പരിഗണിക്കാൻ തുടങ്ങി. പരസ്പരം അവരവരുടേതായ രീതിയിൽ സംവദിക്കാനായിട്ട് അവർക്ക് പ്രത്യേക ഡ്രസ് കോഡ് ഉണ്ടാകാനായിട്ട് തുടങ്ങി. അവർക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി. അപ്പോൾ അവർ ഒരു ക്ലോസ്ഡ് കാസ്റ്റ് ആയിട്ട് മാറാനായിട്ട് തുടങ്ങി. അതും ഈ ക്ലറിക്കലിസം എമർജ് ചെയ്യാനായിട്ടൊരു കാരണമാണ്. അതുപോലെ തന്നെ സെക്കുലർ വേൾഡുമായിട്ട് സഭയ്ക്ക്, അതായത് ദൈവമില്ല അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ രാജകീയമായ ഭരണമൊക്കെ അതിനൊക്കെ വേണ്ടി നിലകൊണ്ട സെക്കുലർ വേൾഡുമായിട്ട് ഒരു ചെറിയ ടെൻഷൻ എപ്പോഴും സഭയ്ക്കുണ്ടായിരുന്നു. ഈ ടെൻഷൻ ഏതെങ്കിലും വിധത്തിൽ ബാലൻസ് ചെയ്യാനായിട്ട് പലപ്പോഴും ഈ ക്ലറിക്കലിസം സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ തീരുമാനിക്കാൻ, അറിവുകളോടുകൂടി മറ്റുള്ളവരോട് പ്രതികരിക്കാൻ, അല്ലെങ്കിൽ സയൻസ് പോലെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ ഉത്തരങ്ങൾ നൽകാനായിട്ട് ഈ ക്ലറിക്കലിസം പലപ്പോഴും കാരണമായിട്ടുണ്ട്. ഇതെല്ലാം ക്ലറിക്കലിസത്തിന് എന്താ പറയുക, എമർജ് ചെയ്യാനായിട്ട് കാരണമായി. ഇന്ന് എന്താണ് ക്ലറിക്കലിസം ഇന്നും തുടരാനായിട്ട് കാരണം എന്ന് വെച്ചാൽ കുറേ കാരണങ്ങൾ അതിനുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം പ്രധാനമായിട്ട് എനിക്ക് പറയാനായിട്ട് തോന്നുന്നു ഇന്നത്തെ സെമിനാരി ഫോർമേഷനാണ്. ഞാൻ ഏതാനും വർഷങ്ങളായിട്ട് സെമിനാരി ഫോർമേഷനുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ പറയും സെമിനാരി ഫോർമേഷൻ്റെ ഒരു പ്രത്യേകത ഇന്നത്തെ ക്ലറിക്കലിസം നിലനിൽക്കാനായിട്ട് കാരണമാണ്. കാരണം അടച്ച് മൂടപ്പെട്ട, പുറത്തുള്ളതൊന്നും കാണാൻ സാധിക്കാത്ത, പുറം ലോകവുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ഒരു സെറ്റപ്പിലാണ് പലപ്പോഴും ഫോർമേഷൻ നടക്കപ്പെടുന്നത്. അവർക്ക് സാധാരണ ലോകവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. നിങ്ങൾ ഇതൊക്കെ ഓൺലൈനിൽ പോകുന്നുണ്ടാവും അറിയാം. പലപ്പോഴും കൊച്ചന്മാരെയൊക്കെ കണ്ടാൽ, ഞാൻ ഒരു നെഗറ്റീവ് ടോണിൽ പറയുന്നതല്ല, പലപ്പോഴും അവര് പട്ടം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ മുട്ട അതിൽ നിന്ന് പുറത്തു വരുന്ന കോഴിക്കുഞ്ഞുങ്ങളെ പോലെ വളരെയധികം ജിജ്ഞാസയോടെ, അല്ലെങ്കിൽ വളരെയധികം എന്താ പറയുക, ഓടി നടക്കുന്ന, പലതിനോടും പലതും അറിയാത്ത, മനസ്സിലാക്കാത്ത ആളുകളൊക്കെ പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനുള്ള കാരണം ഈ ഫോർമേഷൻ കാലഘട്ടം പലപ്പോഴും പുറം ലോകവുമായിട്ടൊരു ആവശ്യത്തിന് ബന്ധം സ്ഥാപിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾ ആരെങ്കിലുമൊക്കെ ബ്രദറായിട്ടുണ്ടെങ്കിൽ അവർ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കുക, 1 കിലോ അരിക്ക് എത്ര പൈസയാണ് കൊടുക്കേണ്ടത്, 1 കിലോ പഞ്ചസാരയ്ക്ക് എത്ര പൈസയാണ്, ഒരു ദിവസം ഒരു ജോലിക്കാരന് എത്രയാണ് കൂലി കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞതിന് ഉത്തരം കൃത്യമായിട്ട് അവർ തരുന്നതായിരിക്കും. ക്ലറിക്കലിസത്തിന്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ കുറേ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ തങ്ങൾക്ക് വളരെയധികം അധികാരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നും ആരും തങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നും തങ്ങൾക്ക് സത്യത്തിന്റെയും നീതിയുടെയും മോണോപ്പൊളി, കുത്തകയുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ക്ലർജി രൂപപ്പെട്ടു എന്നുള്ളതാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അതായത് ആരും ചോദ്യം ചെയ്യരുത്, ആരും ഞങ്ങളോട് എതിർത്ത് നിൽക്കരുത്, ഞങ്ങൾക്ക് സത്യത്തിന്റെയും അറിവിന്റെയും മോണോപ്പൊളി ഉണ്ട് എന്ന് പറയുന്നവർക്ക് ഒരിക്കലും മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. അവരൊരിക്കലും വളർച്ച പ്രാപിക്കുന്നവരായിരിക്കില്ല. അവരെപ്പോഴും നിൽക്കുന്ന ആ സ്റ്റാറ്റിക് പൊസിഷനിൽ തന്നെ നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ പലപ്പോഴും ഈ പൗരോഹിത്യ സ്വീകരണത്തിലൂടെ തങ്ങൾ മറ്റെന്തൊക്കെയോ ആയി മാറ്റപ്പെട്ടു എന്നുള്ള ചിന്ത, അത് ഈ ക്ലറിക്കലിസം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുകയാണ്. അതുപോലെ തന്നെ ക്ലറിക്കലിസം പലപ്പോഴും മോശമായ പല കീഴ്വഴക്കങ്ങൾക്കും കാരണമാകുന്നുണ്ട്. എന്ന് ഞാൻ ഉദ്ദേശിച്ചതിൽ പ്രധാനപ്പെട്ടത്, ഇങ്ങനെയുള്ളവർ, ഈ പ്രത്യേക വിഭാഗത്തിലുള്ള ക്ലർജി ആയിട്ടുള്ളവർ, അവർ അവരുടേതായ രഹസ്യങ്ങൾ അവർക്ക് വേണ്ടി മാത്രം സൂക്ഷിക്കുകയും
പരസ്പരം ആ രഹസ്യങ്ങൾ കൈമാറ്റം ചെയ്യാതെ, അല്ലെങ്കിൽ അറിയിക്കേണ്ടവരെ അറിയിക്കാതെ, ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ പരസ്പരം എന്താ പറയുക, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് എന്താ പറയുക, ഒരു കൾച്ചർ ഓഫ് സീക്രസി ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടാനും അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടാനൊക്കെ ഈ ക്ലറിക്കലിസം കാരണമാകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുക. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ തിരുസഭയെ രണ്ട് ഭാഗങ്ങളായിട്ട്, അതായത് അൽമായൻ്റേതെന്നും ക്ലർജിയുടേതും എന്നുള്ള രണ്ട് ഭാഗങ്ങളായിട്ട് മുറിച്ച് രണ്ട് കഷണമാക്കി ഒരിക്കലും തുന്നിച്ചേർക്കാൻ സാധിക്കാത്ത വിധത്തിൽ എന്താ പറയുക, വിള്ളലുകൾ വീഴ്ത്തുന്നതിലും ഈ ക്ലറിക്കലിസത്തിന് ഗൗരവമായ പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലറിക്കലിസം ഏറ്റവും ആദ്യം ഈ ദൈവജനത്തെ വിഭജിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ, രണ്ടാമതായിട്ട് അതിനുള്ള മറ്റൊരു പ്രശ്നം, ക്ലറിക്കലിസം കൊണ്ട് നമുക്കുണ്ടാകുന്ന മറ്റൊരു പ്രശ്നം, ഈ ക്ലറിക്കലിസത്തെ എന്താ പറയുക, ചാഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ ചാരി നിൽക്കുന്ന കുറെ അൽമായ പ്രതിനിധികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഞാനീ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമല്ല. അവരെ ചാരി നിൽക്കുന്ന, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന, അതുവഴിയായിട്ട് മറ്റു പല ലാഭങ്ങളും ഉണ്ടാക്കുന്ന, കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേകമായ സമൂഹം അതിനോട് ചേർന്ന് രൂപപ്പെടുകയാണ്. ഇത് എല്ലാം കൂടി നമ്മുടെ സഭയുടെ നന്മകള്, വിശുദ്ധി, അതിൻ്റെതായ മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടാനായിട്ട് കാരണമാകുന്നു. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ ക്രിസ്തു തൻ്റെ ചങ്കിലെ അവസാന തുള്ളി ചോരയും ഇറ്റിച്ചു നൽകി വാർത്തെടുത്ത സഭ, അതിൻ്റെ മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട്, അതിൻ്റെ സുഗന്ധം നഷ്ടപ്പെട്ട്, എന്തിനു വേണ്ടിയിട്ടാണോ സ്ഥാപിതമായത് ആ സ്ഥാപിതമായ ലക്ഷ്യങ്ങളെല്ലാം മറന്ന് മറ്റൊന്നിനൊക്കെയോ വേണ്ടി മറ്റ് ചില കൂട്ടായ്മകൾ പോലെ, ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അവസ്ഥയിലേക്ക് തരം താഴുന്ന വേദന നിറഞ്ഞ സാഹചര്യങ്ങൾ നമ്മൾ പലപ്പോഴും സാക്ഷി വഹിക്കുന്നുണ്ട്. ക്ലറിക്കലിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അല്ലെങ്കിൽ അതിലേക്ക് കടന്നു വരുന്ന പ്രശ്നം ഇതാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ക്ലറിക്കലിസം അതിൻ്റെ ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നവർ എപ്പോഴും വൈദികരാണെന്ന് അല്ലെങ്കിൽ മെത്രമാരാണെന്ന്. അല്ല, പലപ്പോഴും അതിന് കാരണമാകുന്നവർ ലേ പീപ്പിൾ കൂടിയാണ്, അൽമാര് കൂടിയാണ്. കാരണം അവർക്കും ഇതിനോട് ചേർന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ രണ്ടു കൂട്ടരും പുറംചൊറിഞ്ഞ് ഇങ്ങനൊരു സംവിധാനം സൃഷ്ടിക്കുകയാണ്. അത് വലിയ വലിയ വീഴ്ചകളിലേക്ക്, വലിയ മോശമായ അവസ്ഥകളിലേക്ക്, ഒരിക്കലും തിരുത്താൻ പറ്റാത്ത വീഴ്ചകളിലേക്ക് പോകുന്നുണ്ട്. ഇതിന് തെളിവ് നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ല. എന്തൊക്കെയാണ് ക്ലറിക്കലിസം സഭയ്ക്ക് ആകമാനമായിട്ട് ചെയ്ത എന്താ പറയുക ദോഷങ്ങൾ എന്നുള്ളതിനെ ഞാനൊന്ന് കാണാനായിട്ട് പരിശ്രമിക്കുന്നത്. ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ ലിറ്റർജി, നമ്മുടെ കൂദാശകൾ, നമ്മുടെ കുർബാന അല്ലെങ്കിൽ മറ്റ് ആരാധന ക്രമങ്ങളെല്ലാം എപ്പോഴും വൈദിക എന്താ പറയുക പ്രീസ്ലി സെൻറ്റേഡ് ആയിട്ട് മാറുന്നുള്ളതാണ്. വൈദികൻ മാത്രമാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് തോന്നുമ്പോൾ വരുന്നു, തോന്നുമ്പോൾ പോകുന്നു, ഞങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ അവിടെ നിൽക്കുന്നു. പണ്ട് കാലത്ത് കുർബാനയ്ക്ക് പുറത്തിരിഞ്ഞെന്നുള്ള കുർബാനയായിരുന്നു പണ്ട് കാലത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നുമില്ല, ആരും പ്രശ്നമാക്കരുത്. പഴയ കാലം. അപ്പോൾ പഴയ കാലങ്ങളിൽ ഇങ്ങനെ ഞാൻ മാതാപിതാക്കൾ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്, അവർ ആദ്യം വന്നൊരു കുരിശ് വരയ്ക്കും, അതിന് തിരിഞ്ഞു നിൽക്കും, പിന്നെ ഏറ്റവും അവസാനം ഒരു കുരിശ് വരും. അപ്പോൾ അതിന് രണ്ടിനും മാത്രം മതി, അതിനിടയിൽ വേണമെങ്കിൽ ഇറച്ചി വാങ്ങാൻ പോകാം എന്നുള്ളൊരു ചിന്ത അൽമായർക്ക് ഉണ്ടാകാനൊക്കെ ഈ പ്രീസ്റ്റിൽ സെൻറ്റേഡ് ആയിട്ടുള്ള വർഷിപ്പ് കാരണമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തേത് ലേ പീപ്പിൾ, അൽമായർ ഒരിക്കലും ഒരു കൂദാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് അവർ മനസ്സിലാക്കാതിരിക്കുക എന്നുള്ളതൊരു പ്രശ്നമാണ്. നിങ്ങൾ മനസ്സിലാക്കാതിരിക്കുക എന്നുള്ളൊരു പ്രശ്നമാണ്. നിങ്ങൾ കോൺസെലബ്രൻസ് ആണ്. കോൺസെലബ്രൻസ് എന്ന് പറഞ്ഞാൽ ആരാണോ ആ കൂദാശ നിർവഹിക്കുന്നത് അവരുടെ കൂടെ കൂദാശ പരിക്രമം ചെയ്യുന്നവരാണ്. നമ്മളെല്ലാവരും 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ പെരുമാറിൽ കർത്താവ് അർപ്പിച്ച അതേ ബലി ഒരുമിച്ചർപ്പിക്കുന്നവരാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടാക്കുമ്പോഴാണ് ഈ പ്രീസ്റ്റ്ലി സെൻറ്റേഡ് ആയിട്ടുള്ള രുചിക്കൊക്കെ മാറ്റം വരാനായിട്ട് ആരംഭം ഉണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ അന്നാപസ പാടിക്കൊണ്ടിരിക്കും, നിങ്ങളവിടെ പുറകിൽ നിങ്ങളവിടെ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത്. രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ക്ലറിക്കലിസം പലപ്പോഴും വൈദികർക്ക് അവരുടേതായ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിന് കൊടുക്കേണ്ട വലിയ ധാർമ്മികമായ
മാതൃകയിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട്. കാരണം ഞാൻ എന്ത് ചെയ്താലും സാരമില്ല, എന്നെ സഹായിക്കാൻ കുറച്ച് പേരുണ്ട്, എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ കുറച്ച് ആളുകളുണ്ട്, എൻ്റെ തെറ്റുകൾ കവർ ചെയ്ത് പിടിക്കാനായിട്ട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് ഒരു കള്ളത്തരം കാണിച്ചാലും നമ്മൾ പിടിക്കാതിരിക്കാനുള്ള സിസ്റ്റമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ അത്യാവശ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കാത്ത വാക്ക് ചൈൽഡ് അബ്യൂസ് പോലെയുള്ള മറ്റു പല കാര്യങ്ങളിൽ നിന്നും വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് കുടിപ്പിക്കാനാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരാനായിട്ട് ഈ നമ്മുടെ ക്ലെറിക്കലിസം, പൗരോഹിത്യ വാദം കാരണമായിട്ട് മാറുന്നുണ്ട്. മൂന്നാമതായിട്ട് സഭ ആകമാനം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും സൂക്ഷിക്കുകയും അറിയുകയും ചെയ്യേണ്ട ദൈവശാസ്ത്രം, ആധ്യാത്മികത, ലിറ്റർജി, അതുപോലെ തന്നെ കാനൻ നിയമം, അതെല്ലാം വളരെ കുറച്ചു പേര് മാത്രം, അതും വിവാഹം കഴിക്കാത്ത കുറച്ചു പേര് മാത്രം തയ്യാറാക്കുകയും അതിൻ്റെ മോഡറേറ്റർമാരാവുകയും അവർ മാത്രം അതിനെ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ. അതിൽ ഭയങ്കരമായ ഇംബാലൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവജനത്തിന് മുഴുവനായിട്ടുണ്ടായിരിക്കേണ്ട തിയോളജിയും ലിറ്റർജിയും കാനൻ ലോയും അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയും ഒക്കെ ഒരു കൂട്ടം, അതും വിവാഹം, നമുക്കറിയാലോ ദൈവജനത്തിൽ നല്ലൊരു ശതമാനം വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരാണ്. അപ്പോൾ അതിലൊന്നും ഭാഗമാകാതെ ഒരു കൂട്ടം മനുഷ്യർ മാത്രം അതിൻ്റെ മേലാളന്മാരായിട്ടിരിക്കുക എന്ന് പറയുന്നതിലൊരു ഇംബാലൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ചെയ്യുന്നു. നാലാമതായിട്ട് നമ്മൾ ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞ പോലെ പല കാര്യങ്ങളും സഭയിൽ ഫോർ ദ ക്ലർജി, ബൈ ദ ക്ലർജി, ഓഫ് ദ ക്ലർജി ആയിട്ട് മാറുകയാണ്. മാത്രമല്ല ദേ ആർ അക്കൗണ്ടബിൾ ടു ഓൺലി ടു ദ ക്ലർജി. ഞാനൊരു അച്ഛനാണ്, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ അച്ഛന്മാരുടെ അടുത്ത് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ജനങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയേണ്ടാത്ത ഒരവസ്ഥ, അതെനിക്ക് ഭയങ്കരമായ സ്വാതന്ത്ര്യമാണ് തരിക. അത് പല എന്താ പറയുക അതിരുകളില്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാൻ, അതിരുകൾ ഭേദിച്ചു പോകാനൊക്കെ ഒരു പക്ഷെ എനിക്ക് കാരണമാകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പല സീരിയസ് ആയിട്ടുള്ള ബിഹേവിയറൽ പ്രശ്നങ്ങളുള്ള അച്ഛന്മാർക്കും അതുപോലെ മേലധികാരികൾക്കൊക്കെ രക്ഷപ്പെടാനൊക്കെ ഈ ക്ലെറിക്കലിസം പലപ്പോഴും വഴിയൊരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാലും നമുക്ക് രക്ഷപ്പെടാമെന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് എല്ലാവരും ഒരുമിച്ച് പല മിസ്ബിഹേവിയർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനൊക്കെ പണ്ട് കാലങ്ങളിൽ, ഇപ്പോഴത്തെ എനിക്കറിയില്ല, ഞാൻ ഇവിടെയുള്ള ആളല്ലല്ലോ, അതുകൊണ്ട് പണ്ട് കാലങ്ങളിൽ എന്നൊക്കെ കാരണം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ആറാമതായിട്ട് ഒരു കാരണം കൂടി എനിക്ക് ഒരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ക്ലെറിക്കലിസത്തിന്റെ ഭാഗമായിട്ട് ക്ലർജിക്ക് ഒരു ചിന്ത ഉണ്ടാവുകയാണ്. അവരിലാണ് പൂർണ്ണമായ ജ്ഞാനമുള്ളത്. എല്ലാ അറിവും ഞങ്ങളുടേതാണ്, ഞങ്ങൾ നിങ്ങൾക്കത് വീതിച്ചു തരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സ് കാണാനും അറിയാനുമുള്ള കഴിവുണ്ട്. ദൈവത്തിന്റെ ഹിതം പോലും ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേകമായ അവസ്ഥകളിലേക്ക്, അല്ലെങ്കിൽ അതെല്ലാം ഒരു എന്താ പറയാ ദുരുപയോഗിക്കപ്പെടുവാനും ഏതെങ്കിലും വിധത്തിലൊക്കെ ചൂഷണം ചെയ്യപ്പെടാനും സാധ്യതയുള്ള പല കാര്യങ്ങളും ഈ ക്ലെറിക്കലിസത്തിന്റെ ഡ്രോബാക്ക് ആയിട്ട് സഭയിൽ വരുത്തി വെച്ച ഡ്രോബാക്ക് ആയിട്ട് ഞാൻ കാണുകയാണ്. ഒരാളെ എനിക്ക് പരിചയപ്പെടുത്താനുണ്ട്. അത് ഈവ് കോൺഗർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഡൊമിനിക്കൻ തിയോളജിയനാണ്. അദ്ദേഹം സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസറായിട്ട് മാറിയ വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വളരെ വിപ്ലവകരമായ ആശയങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ പഠിപ്പിക്കാനൊന്നും സമ്മതിക്കാതെ കുറെ കാലത്തേക്ക് ഗാർഡൻ വർക്കിനൊക്കെ കേംബ്രിഡ്ജിലൊക്കെ വിട്ട ഒരു മനുഷ്യനാണ്. കുറച്ച് നാള് എന്താ പറയുക സഭയുടെ അധികാരികളിൽ നിന്ന് ശിക്ഷണമെല്ലാം സ്വീകരിച്ച് മിണ്ടാതെ മൂലയ്ക്ക് പോയിരിക്കേണ്ട ഒരു മനുഷ്യനാണ്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ തിയോളജി വളരെയധികം അംഗീകരിക്കപ്പെടുകയാണ്. അദ്ദേഹമാണ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന്റെ പല പ്രധാനപ്പെട്ട രേഖകൾക്ക് പിന്നിലും പ്രവർത്തിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ജോൺ പോൾ രണ്ടാമന് വളരെ മഹത്വം നൽകിയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു നമ്മുടെ ഞാൻ ഈ പറയുന്ന ഈവ് കോൺഗർ എന്ന് പറയുന്ന ഫ്രഞ്ച് ഡൊമിനിക്കൻ ആയിട്ടുള്ള തിയോളജിക്കാരൻ. അദ്ദേഹം പറയുന്ന സഭയെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അദ്ദേഹം പറയാണ്, ദ ചർച്ച് ഈസ് പീപ്പിൾ ഓഫ് ഗോഡ്, ദ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഫെലോഷിപ്പ് വിത്ത് ഹോളി സ്പിരിറ്റ്. പിതാവായ ദൈവത്തിന്റെ ജനവും പുത്രനായ ഈശോയുടെ ശിഷ്യന്മാരും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിലിരിക്കുന്നവരുമാണ് സഭ. ഇത് വൈദികര് മാത്രമല്ല, എല്ലാവരും, ദൈവജനം മുഴുവൻ അങ്ങനെയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് അദ്ദേഹം വരികയാണ്. ഇത് സംഭവിക്കുന്ന 1930-കളിൽ 40-കളിലാണ്. അതുവരെ ഉണ്ടായിരുന്നത് നമ്മൾ ഏറ്റവും മുകളില് മാർപ്പാപ്പകർദിനാൾമാര്, മെത്രാന്മാര്, വൈദികര്, അൽമാര് എന്നുള്ള ആ പിരമിഡ് ഷേപ്പ് ആയിരുന്നു. അത് മാറ്റിമറിച്ചുകൊണ്ട് നമ്മളെല്ലാവരും
ഒരുമിച്ചിരിക്കേണ്ട ഒരേ പിതാവിന്റെ മക്കളാണെന്നും ഒരേ ക്രിസ്തുവിന്റെ ശിഷ്യരാണ് എന്നും നമ്മളിലെല്ലാവരും പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട് എന്നുള്ള തിയോളജി കൊണ്ടുവന്നത് ഈ കോൺകർ എന്ന് പറയുന്ന തിയോളജിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുകയാണ്. അദ്ദേഹം ഈ ക്ലെറിക്കലിസത്തിന് കൊടുത്ത മറ്റൊരു വാക്ക് എന്താണ്? ഹൈരാർക്കിയോളജി. അദ്ദേഹം കൊടുത്ത വളരെ എന്താ പറയാ, ഒരു കളിയാക്കുന്ന മട്ടിൽ കൊടുത്ത വാക്കാണ് ഹൈരാർക്കിയോളജി. The church is both in communion with God in Christ and the means of attaining the communion. അതായത് സഭ ക്രിസ്തുവിൽ ദൈവവുമായിട്ട് കമ്മ്യൂണിയനിലാണ്, യൂണിറ്റിയിലാണ്. നമ്മളെല്ലാവരും യോജിച്ചാണ് ഇരിക്കുക, നമ്മളെല്ലാവരും സ്നേഹത്തിലാണ്. അതുപോലെ തന്നെ സഭ ഈ ദൈവവുമായിട്ടുള്ള സ്നേഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം കൂടിയാണ്. ഇങ്ങനെ വളരെ എന്താ പറയുക, അന്നത്തെ കാലത്ത് 1930-40കളിലൊക്കെ വളരെയധികം സാധാരണ ചിന്താധാരയെ മാറ്റിമറിച്ചുകൊണ്ട് ചില ആശയങ്ങൾ കൊണ്ടുവന്ന ആളാണ് ഈ കോൺകർ. എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്നെക്കാളും കൂടുതൽ പഠിപ്പുള്ളവരാണ് ഇവിടെ ഉള്ളതെന്നാണ് എൻ്റെ ഒരു ചിന്ത. പക്ഷേ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് വായിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുകയാണ്. കോറസ്പോൺസിബിലിറ്റി, കൂട്ടായ ഉത്തരവാദിത്വം. ക്ലെറിക്കലിസത്തിന് നമ്മുടെ ആത്മായ മുന്നേറ്റം എനിക്ക് നൽകിയിരിക്കുന്ന പേപ്പറിൽ അവർ കാണുന്ന മറ്റൊരു എന്താ പറയുക, അതിനെ എങ്ങനെ നമുക്ക് റിഫ്യൂട്ട് ചെയ്യാമെന്നുള്ളതിനുള്ള മറ്റൊരു ആശയമാണ് കോറസ്പോൺസിബിലിറ്റി. അതായത് നമ്മളാരും ഒറ്റയ്ക്ക് ഫുട്ബോൾ കളിക്കേണ്ടവരല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് കളിക്കേണ്ടവരാണ് എന്നുള്ളതാണ് അതിനർത്ഥം. അതായത് ഒരാൾക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുന്നതല്ല ഫുട്ബോൾ കളി, എല്ലാവരും കൂടി ചേരുമ്പോഴാണ് അതിന് ആ കളിക്കൊരു സൗന്ദര്യം ഉണ്ടാവുക. ഇതുപോലെ ഈ റെസ്പോൺസിബിലിറ്റി എല്ലാവരുമായിട്ട് പങ്കുവെക്കപ്പെടേണ്ടതാണ് എന്നും നമ്മളെല്ലാവരും ഇതിലേക്ക് ക്ഷണിക്കപ്പെട്ടവരാണ് എന്നും നമുക്കെല്ലാവർക്കും അവബോധം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ നിങ്ങളിൽ ഒരാളായ ശിഷ്യനും നിങ്ങൾക്ക് ഞാനൊരു ഇടയനുമാണ്. അഗസ്റ്റിൻ നമ്മളെക്കാളൊക്കെ വളരെയധികം എന്താ പറയുക, ദൈവികമായ കാര്യങ്ങളിൽ മനനം ചെയ്ത് ധ്യാനം ചെയ്ത് ഒത്തിരി ക്രൈസ്തവ ചിന്താധാരയുടെ ഏറ്റവും അടിസ്ഥാനമായ കാര്യങ്ങൾ കണ്ടെത്തിയ വ്യക്തിയാണ്. അദ്ദേഹം പറയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ക്രിസ്തു ശിഷ്യനും നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഇടയനുമാണ്. ഒരു വൈദികനുണ്ടായിരിക്കേണ്ട ചിന്താധാര ഇതായിരിക്കണമെന്ന് അദ്ദേഹം നമ്മോട് പറഞ്ഞു വെക്കുകയാണ്. പലപ്പോഴും ഈ ഇടയധർമ്മത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അവസ്ഥകളാണ് ഇങ്ങനെയുള്ള മോശമായ അവസ്ഥകളിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ കോറസ്പോൺസിബിലിറ്റി എന്നുള്ളത് പലപ്പോഴും നമ്മളെല്ലാവരും ഒരുമിച്ച് മുൻപോട്ട് പോകേണ്ടവരാണ് എന്നുള്ളത് പലപ്പോഴും നമുക്കൊരു ഓപ്ഷൻ അല്ല, മറിച്ച് നമ്മളെല്ലാവരും ഒബ്ലൈജ്ഡ് ആണ്, നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ടതാണ്. ഞാൻ നമ്മുടെ ഈ മീറ്റിങ്ങിനിടയിൽ ഒരു ചേട്ടൻ പറഞ്ഞു, ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഇടവക നമ്മുടേതാണ്. നാളെ നമ്മുടെ മക്കൾക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും വിശ്വാസത്തിൽ വളരണമെങ്കിൽ, കുദാശകളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്വാംശീകരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഏറ്റവും കൂടുതൽ ഉത്തരവാദികളായിരിക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് തന്നെ ഈ കോറസ്പോൺസിബിലിറ്റി എന്നുള്ളത് താല്പര്യമുള്ളവർക്ക് ഓടി വന്ന് നിൽക്കാനുള്ള ഒന്നല്ല, മറിച്ച് എല്ലാ ആത്മായർക്കും എല്ലാ മാമോദിസ സ്വീകരിച്ചവരും നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒന്നാണ്. സഭയുടെ പ്രവർത്തനങ്ങളിൽ, ഇടവകകളിൽ, സമൂഹങ്ങളിലെല്ലാം അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മനസ്സിലാക്കാനും അറിയാനും അതിനോട് ചേർന്ന് നിൽക്കാനും അതിൻ്റെ കുറവുകൾ പരിഹരിക്കാനും എല്ലാം ഒരു ആത്മീയമായ ശുഷ്കാന്തിയോടെ മുൻപോട്ട് പോകുവാനായിട്ട് നമ്മോട് ഇന്നത്തെ ഈ പ്രത്യേകമായ അവസ്ഥകൾ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് പലപ്പോഴും ഈ കോറസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഈ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും നമ്മൾ സത്യസന്ധത പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവരാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ അച്ഛന്മാരാകാൻ പോകുന്നവര് സ്വർഗത്തിൽ നിന്ന് നൂല് കെട്ടി താഴേക്ക് ഇറക്കുന്നവരാണ്. അങ്ങനെയല്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ് ഈ വൈദികരും ഈ മെത്രാന്മാരും അല്ല. അപ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള മാനുഷികമായ കുറവുകളെല്ലാം അവർക്കുണ്ടാകും. അപ്പോൾ അവരെ കരുതലോടെ കാണാനും അവരുടെ കുറവുകൾ പരിഹരിക്കാനും കുറവുകൾ പറഞ്ഞു കൊടുക്കാനും എല്ലാം അത്യാവശ്യം എന്നൊരു കൊടുക്കാനും നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇത് തമാശയുടെ അത് എൻ്റെ കാര്യമല്ല, അത് ബാക്കിയുള്ളവർ എത്ര നിർവഹിക്കട്ടെ എന്ന് കുറിച്ച് മാറ്റി വെക്കേണ്ട കാര്യമല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ പോയി തല്ലണമെന്നോ ഇടിക്കണമെന്നല്ല, ഞാൻ ഉദ്ദേശിച്ചത് പോസിറ്റീവ് സെൻസർ എടുക്കണേ. ഓക്കെ. അപ്പോൾ ആ ഒരു കാരണം നമ്മുടെ മക്കളാണ്, നമ്മുടെ വൈദികരെല്ലാം, നമ്മുടെ വൈദികരും നമ്മുടെ മെത്രാന്മാരും നമ്മുടെ മക്കളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. അവർ വിശുദ്ധരായി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യവും നമ്മുടെ ഉത്തരവാദിത്വമാണ്.
അപ്പോൾ അവർക്ക് അതിനനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. സഭ എന്താണ് എന്നുള്ളതിന് ഞാൻ ക്രിസ്തു ഫിദേലിസ് ലൈച്ചി എന്നുള്ള അപ്പസ്തോലിക എക്സോർട്ടേഷനിൽ പറയുന്ന കാര്യമാണ് പറയുന്നത്. അതിൽ പറയുകയാണ് സഭ എന്നത് ഒരു ഓർഗാനിക് കമ്മ്യൂണിയനാണ്. ഈ ഓർഗാനിക് കമ്മ്യൂണിയന്റെ പ്രത്യേകത പല ശുശ്രൂഷകൾ ചെയ്യുന്ന, പല വിധത്തിലുള്ള, പല ജീവിത സാഹചര്യത്തിൽപ്പെട്ട, പല വ്യക്തി കേന്ദ്രീകൃതമായ തലങ്ങളിലുള്ള പലരും ചേരുന്ന ഒരു ഓർഗാനിക് സിസ്റ്റമാണ്, കമ്മ്യൂണിറ്റിയാണ് സഭ. അവിടെ നമുക്ക് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്ന് വാശി പിടിക്കാൻ പറ്റില്ല. നമുക്കവിടെ എല്ലാവരും ഒന്നായിരിക്കണം, അതായത് യൂണിഫോമിറ്റി നമുക്ക് ഒരിക്കലും അവിടെ ഡിമാൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓരോരുത്തരുടെ നമ്മളിപ്പോ എങ്ങനെ എളുപ്പത്തിൽ പറയാം, നമ്മളെല്ലാവരും വെള്ള ഷർട്ട് മാത്രം ഇടുന്നവരാണെങ്കിൽ മറ്റു ഷർട്ടിന്റെ കളറ് അല്ലെങ്കിൽ അതിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ഒരു കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ മറ്റു കളറുകളുടെ ഭംഗി നമുക്ക് മനസ്സിലാകും. ഇതുപോലെ ഓരോ വ്യതിരക്തതയും അതിൽ തന്നെ നന്മയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ഓർഗാനിക് കമ്മ്യൂണിയനാണ് സഭ എന്നാണ് ക്രിസ്തു ഫിദേലിസ് ലൈച്ച് പറയുക. അത് 28-29 നമ്പറുകൾ നിങ്ങൾ സാവധാനത്തിൽ വീട്ടിൽ പോയി വായിച്ചു നോക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ക്ലെറിക്കലിസത്തിൽ നിന്ന് കോ റെസ്പോൺസിബിലിറ്റിയിലേക്ക് മാറുമ്പോൾ ഈശോ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. ഈശോ ഒരിക്കലും അധികാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തനിക്ക് ലഭിക്കേണ്ട സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ സീറോ താല്പര്യം ഉണ്ടായിരുന്ന ആളാണ്. സീറോ ചിലപ്പോൾ നെഗറ്റീവ്, നമുക്ക് നെഗറ്റീവ് വേണമെങ്കിൽ പറയാം. സീറോ പോലും ഉണ്ടായിരുന്നില്ല, ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു ക്രിസ്തുവിന്റെ സഭയ്ക്ക് സ്ഥാനമാനങ്ങളോട്, അധികാരങ്ങളോട് ഉണ്ടായിരിക്കേണ്ട മനോഭാവം അത് തന്നെയായിരിക്കണം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയല്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്ന് നിങ്ങളോട് ക്ലെറിക്കലിസത്തിന്റെ ദോഷവശങ്ങളെ കുറിച്ച് സംസാരിക്കണം. പക്ഷെ എൻ്റെ ശരിയായ ആഗ്രഹം എന്താണ്? ഞാൻ പറയുമ്പോൾ കൈയടിക്കാനും ഞാൻ പറയുമ്പോൾ പാട്ടുപാടാനും എനിക്കൊരു കൂട്ടം ആൾക്കാർ വേണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം കാലാകാലങ്ങളായിട്ട് അങ്ങനെയാണ് നടത്തപ്പെട്ടു വന്നിരിക്കുക. അതിനെ മാറ്റിവെക്കുക എന്നുള്ളത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സാധിക്കുന്ന കാര്യമല്ല. പക്ഷെ അതുണ്ടെങ്കിൽ മാത്രമേ, ഈ മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനും അല്പം കൂടി ആരോഗ്യത്തോടു കൂടി നല്ല സഭയിൽ ജീവിക്കാനും അല്പം കൂടി മെച്ചപ്പെട്ട ജീവിത ക്രമങ്ങൾ സ്വീകരിക്കാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ ഈശോ ഒരിക്കലും ഈ അധികാരത്തിന് ആഗ്രഹിച്ച ആളല്ല. സർദ്ദിപുത്രന്മാരുടെ അമ്മ എന്ന് പറയുമ്പോൾ ഈശോ അവരോട് പറയുന്ന ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ അപ്പോളോസിന്റെ ആളാണോ പത്രോസിന്റെ ആളാണോ എന്നൊന്നല്ല, യേശു ക്രിസ്തുവിൽ ഒന്നാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ ഈശോയും സ്ലീഹന്മാരും എല്ലാവരും ആ പ്രധാനപ്പെട്ട ഭാഗം, നമ്മളെല്ലാവരും ഒന്നാണ്, നമുക്കെല്ലാവർക്കും അധികാരങ്ങളോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ അല്ല, മറിച്ച് ഈശോ പറയുന്ന ശുശ്രൂഷയിലുള്ള ഭാഗഭാഗ്യത, ഈ ശുശ്രൂഷയിലുള്ള ആ ഭാഗമാണ് ഏറ്റവും പ്രധാനമെന്ന് ഈശോ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോ പറയുന്നത് only hierarchy is hierarchy of service and not power. ശുശ്രൂഷയിലുള്ള ഹൈറാർക്കിയാണ് ക്രിസ്തു വിഭാവനം ചെയ്യുന്നത്, അല്ലാതെ ഒരു അധികാരത്തിലുള്ള നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ദാസരിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഈശോ പറയുന്നതിന്റെ കാരണം അതാണ്. ഈശോയ്ക്ക് മനസ്സിലാകുന്ന ഭാഷ സർവീസിന്റെ, ശുശ്രൂഷയുടെ മാത്രം ഭാഷയാണ്. അടുത്തത് ഒരു പ്രധാനപ്പെട്ട ചിന്ത എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരിക്കലും നമ്മുടെ സഭാ ശുശ്രൂഷകളിൽ നിശബ്ദരായിരിക്കാനോ പാസീവായിരിക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കുഞ്ഞ് കളിക്കുമ്പോൾ അപകടകരമായ ഒരു സ്ഥലത്തേക്ക് പോവുകയോ കാലിൽ ചെരുപ്പിടാതെ കളിക്കുകയോ അല്ലെങ്കിൽ മുള്ളുള്ള സ്ഥലത്തേക്ക് പോവുകയോ ചെയ്താൽ നിങ്ങൾ ആ കുഞ്ഞിനെ തടയും. അടുത്ത വീട്ടിലെ കുഞ്ഞ് അതേ അവസ്ഥയിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉത്തരവൊന്നും പറയണ്ട, എനിക്കറിയാം. അപ്പോൾ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ നമ്മൾ കണ്ണു തുറന്ന്, കാതു തുറന്ന്, മനസ്സ് തുറന്ന് ഇരിക്കണം. എവിടെയൊക്കെയാണ് തെറ്റുപറ്റുന്നത് എന്ന്, എവിടെയൊക്കെയാണ് മൂല്യച്യുതി സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാനും മനസ്സിലാക്കാനും മാറ്റങ്ങൾ വരുത്താനും തിരുത്തലുകൾ ആവശ്യപ്പെടാനും നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഞാൻ വൈകി വന്നാലും ആരും ചോദിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ, എൻ്റെ ആശ്രമത്തിൽ ഞാൻ വൈകി വന്നാലും ആരും ചോദിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ വൈകി മാത്രമേ വരുള്ളൂ. അത് ഹ്യൂമൻ ടെൻഡൻസിയാണ്. ആ സമയം 8 മണി കഴിയുമ്പോൾ
വന്നാൽ ഭക്ഷണം കിട്ടില്ല എന്ന് എൻ്റെ അപ്പൻ കുരിശ് വരയ്ക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ ഭക്ഷണം കിട്ടില്ല എന്ന് എൻ്റെ അപ്പം പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് വരും. ഇതുപോലെ സഭയുടെ എല്ലാ ശുശ്രൂഷകളിലും നിങ്ങൾ പാസീവ് സ്പെക്ടേറ്റേഴ്സ് ആയിട്ടിരിക്കേണ്ടവരല്ല, നിങ്ങൾ ചുമ്മാ കാണികളായിട്ടിരിക്കേണ്ടവരല്ല. കാരണം സഭ നടത്തുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ നന്മ സ്വീകരിക്കേണ്ടവർ. അതുകൊണ്ട് തന്നെ കണ്ണും കാതും തുറന്നിരുന്നു കൊണ്ട് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും തീക്ഷ്ണമായ ആഗ്രഹത്തോടെ സ്നേഹത്തോടു കൂടി അതിനെ കാണാൻ വരുന്ന കുറവുകളെല്ലാം ഏറ്റവും ക്രിസ്തീയമായ വിധത്തിൽ പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ലൂമൻ ജെൻസിൻ ആദ്യത്തെ ഖണ്ഡികയിൽ തന്നെ കൃത്യമായിട്ട് സുവിശേഷം പ്രഘോഷിക്കേണ്ടത് വൈദികരുടെയും പുരോഹിതരുടെ മാത്രം ധർമ്മമല്ല, അത് എല്ലാ വിശ്വാസികളുടെയും ധർമ്മമാണ് എന്ന് പറയുന്നത്. അപ്പോൾ സഭ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എല്ലാ ശുശ്രൂഷകളും നമ്മുടെ എല്ലാവരുടെയും ശുശ്രൂഷയാണ്. കാരണം നമ്മുടേത് മാത്രമായ ഒരു ശുശ്രൂഷയില്ല, പുരോഹിതന്മാർ മാത്രം ചെയ്യുന്ന ഒരു ശുശ്രൂഷയില്ല, അല്ലെങ്കിൽ ലൈറ്റി മാത്രം ചെയ്യുന്ന ശുശ്രൂഷയില്ല. നമ്മൾ സഭ മുഴുവനായിട്ട് ഒരുമിച്ച് ചെയ്യുന്ന ശുശ്രൂഷയാണുള്ളത്. അതുകൊണ്ട് അത് കണ്ണും കാതും തുറന്ന് അതിനെ നോക്കിയിരിക്കുക, അതിനെ വിശകലനം ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യമായിട്ട് കാണാനും അത് വേണ്ട വിധത്തിൽ അതിലേക്ക് കടന്നു വരാനും നമുക്ക് സാധിക്കട്ടെ. നമുക്ക് എങ്ങനെയാണ് ഈ റെസ്പോൺസിബിലിറ്റി പങ്കുവയ്ക്കാനും അതുപോലെ തന്നെ ഒരു സിനഡൽ ചിന്തയിൽ മുൻപോട്ട് പോകാനും സാധിക്കുക? ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതല്ല, ജീവിച്ചത് ഇതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ട് എനിക്ക് തോന്നുകയാണ്. അദ്ദേഹം വളരെ ആദ്യമേ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം ഇതാണ്: വി മസ്റ്റ് റിട്ടേൺ ടു ബീയിങ് എ കമ്മ്യൂണിറ്റി ഓഫ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. നമ്മളെല്ലാവരും ദൈവജനത്തിന്റെ സമൂഹമാകുന്ന സഭയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാവരും ദൈവജനമാകേണ്ടിയിരിക്കുന്നതാണ് അതിനർത്ഥം. അദ്ദേഹം എല്ലാ ദിവസവും സെന്റ് മാർത്തയിലെ കുർബാന ചെല്ലുമ്പോൾ ഹോമിലി കൊടുക്കുമായിരുന്നു. നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആ ഹോമിലികളൊന്നും ശാസ്ത്രജ്ഞന്മാർക്കോ അല്ലെങ്കിൽ പുരോഹിതർക്കോ പണ്ഡിതന്മാർക്കോ ഉള്ളതായിരുന്നില്ല, അതെല്ലാം സഭാമക്കൾക്കുള്ളതായിരുന്നു. അദ്ദേഹം ചെയ്ത ഓരോ പ്രവൃത്തികളും നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരെയും പരിഗണിക്കുന്ന, എല്ലാവർക്കും പ്രഥമ സ്ഥാനം കൊടുക്കുന്ന, ഏറ്റവും അവശരായവരെ ചെന്ന് കാണുന്ന, ഏറ്റവും മോശമായ അവസ്ഥകളിലുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ഇടയനായിട്ട് അദ്ദേഹം മാറിയിരുന്നു. നമുക്കറിയാം അദ്ദേഹം ആരുടെ കാലുകളൊക്കെയാണ് പെസഹ വ്യാഴാഴ്ച കഴുകിയത് എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ആരൊക്കെയാണ് പോയി കണ്ടത് എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം എവിടെയാണ് താമസിച്ചിരുന്നത് നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ഏത് രീതിയിലാണ് ഭാഷണം നടത്തിയതെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം, അദ്ദേഹത്തിന്റെ യാത്രകൾ, അദ്ദേഹത്തിന്റെ നിലപാടുകളെല്ലാം എങ്ങനെയുള്ളതായിരുന്നു നമുക്കറിയാം. ഒരു ദൈവജനത്തിന്റെ സഭയിലേക്ക് നമ്മൾ ചേർന്ന് വരണമെങ്കിൽ ഇങ്ങനെയുള്ള ചിന്താധാരകളെ നമ്മൾ സ്വീകരിക്കുകയും അങ്ങനെയുള്ള സമൂലമായ മാറ്റത്തിന് നമ്മളെ തന്നെ ഒരുക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ആ മനോഹരമായ ഒരു സംഭവമുണ്ട്. അതായത്, എനിക്ക് വേണ്ട സഭ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന സഭ മുറിവേറ്റ, മുറിവുകളുള്ള, ചെളി പിടിച്ച, വളരെയധികം ക്ഷീണിച്ച സഭയാണ് ഞാൻ കാണാനായിട്ട് ആഗ്രഹിക്കുക. കാരണം എൻ്റെ മക്കളെല്ലാവരും അങ്ങനെയുള്ളവരാണ്. അതല്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും പെടാതെ എൻ്റെ കാര്യം മാത്രം നോക്കി എന്നിലേക്ക് മാത്രം തലതാഴ്ത്തിയിരിക്കുന്ന ഒരു സഭയെ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, മറ്റുള്ളവർക്ക് നമ്മൾ നന്മയായിട്ട് മാറാനായിട്ട് പരിശ്രമിക്കുമ്പോൾ, ഏറ്റവും താഴെയുള്ളവരെ നമ്മൾ ഉണർത്താനായിട്ട് പരിശ്രമിക്കുമ്പോൾ, എനിക്ക് നല്ല വെളുത്ത വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ കറുത്ത വസ്ത്രം ധരിച്ച് തേച്ചൊടുപ്പൊക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കില്ല. എൻ്റെ മേത്ത് ചെളി പറ്റും. ചെളി പറ്റുന്ന സഭയിലേക്കാണ് കർത്താവ് നമ്മളെ സ്വാഗതം ചെയ്യുന്നതും ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മൾ കയറി വരാനായിട്ട് ആവശ്യപ്പെടുന്നില്ല. ഇനി ലേറ്റി, അൽമായർ ഈ ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയിലേക്ക് അല്ലെങ്കിൽ കൂട്ടായ ഉത്തരവാദിത്വത്തിലേക്കും അല്ലെങ്കിൽ ഒരുമിച്ച് ഒറ്റ ജനമായിട്ട് മാറുകയും ചെയ്യുമ്പോൾ അവർക്കുണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കാം. ആദ്യത്തേത്, നമ്മുടേത് നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതും നിങ്ങളിവിടെ നടത്തുന്ന ചർച്ചകളും ഇവിടെ നടത്തുന്ന ഘോരമായ സംഭവങ്ങളെല്ലാം ഇത് വെറും ഭൗതികമായ അല്ലെങ്കിൽ ഈ സമയത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു മാറ്റം മാത്രമല്ല, മറിച്ച് ഇതൊരു ആത്മീയമായ മാറ്റം കൂടി നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പൊതുവായി സംഭവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു ആത്മീയതയുടെ ഭാവം കൂടി ഞാനിതിൽ കാണാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം ആത്മീയതയിൽ അടിയുറച്ച മാറ്റങ്ങൾ മാത്രമേ
കാതലായിട്ട് നിലനിൽക്കുകയുള്ളൂ. ഇന്നലെ നാളെ ഇത് പൊളിഞ്ഞു പോകും, ഈ പരിപാടി തകർന്നു പോകും. ആത്മീയതയിലൂന്നിയ ദൈവത്തിന്റെ കൃപയുള്ള പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്ന ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണെങ്കിൽ ഇത് നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ടത്, നിങ്ങളിപ്പോൾ കുറെ ചർച്ചകളൊക്കെ ഇവിടെ നടത്തി, പല മാറ്റങ്ങളൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷെ അതെല്ലാം ഭൗതികമായ മാറ്റങ്ങളാണ്. ഇതുപോലെ തന്നെ ആത്മീയമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മുടെ ഇടവകളിൽ നമ്മൾ ക്രിസ്തു ശിഷ്യനായിട്ട് മാറേണ്ടിയിരിക്കുന്നു. നമ്മൾ അല്പം കൂടി മെച്ചപ്പെട്ട ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. എൻ്റെ ഇടവകയിൽ മരുന്നിന് വിഷമിക്കുന്ന ആരും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തുമ്പോൾ, എൻ്റെ ഇടവകയിൽ സ്കൂളിൽ പോകാനായിട്ട് ഫീസ് അടയ്ക്കാനില്ലാത്ത ആരുമില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തുമ്പോൾ, എൻ്റെ ഇടവകയിൽ ചോർന്നൊലിക്കുന്ന കോരയുള്ള ഒരു ഭവനം പോലും ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുമ്പോൾ, അപ്പോഴാണ് ഇതിന് ആത്മീയമായ മാനമുണ്ടാകുന്നതും ഇത് ക്രിസ്തു ആഗ്രഹിക്കുന്ന മാറ്റങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഷെയർഡ് റെസ്പോൺസിബിലിറ്റിക്ക് ഒരു ആത്മീയ തലം ഉണ്ടായിരിക്കണം ആദ്യം. അതിനുശേഷം മാത്രമേ ഭൗതിക തലം വരുന്നുള്ളൂ. ഭൗതിക തലം മാത്രമാണ് നിങ്ങൾ വിവക്ഷിക്കുന്നതെങ്കിൽ, അതിൽ മാത്രമാണ് നമ്മുടെ കണ്ണുടക്കുന്നതെങ്കിൽ സംഭവം വീഴും. അധികം വൈകുന്ന അല്ലെങ്കിൽ നാളെ വീഴും. പക്ഷെ അങ്ങനെ ആയിരിക്കരുത്. ദൈവാത്മാവിനാൽ പ്രേരിതമായ ഒന്നാണെങ്കിൽ, ദൈവാത്മാവാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ, ദൈവാത്മാവിന്റെ തുറവിയോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ഇതിൽ നന്മകൾ ഉണ്ടാകണമെങ്കിൽ ആത്മീയമായ ഭാഗത്തെ നമ്മൾ കാണണം. നമ്മൾ അല്പം കൂടി മെച്ചപ്പെട്ട മനുഷ്യരാകണം എന്നാണ് അർത്ഥം. അല്പം കൂടി നല്ല ക്രിസ്തു ശിഷ്യരായിട്ട് മാറണം. നമ്മൾ അല്പം കൂടി ക്രൈസ്തവമാരിയ മൂല്യങ്ങൾ ഉണ്ടായിരിക്കണം. സത്യസന്ധത, തുറവി, നീതിബോധം എല്ലാം നമ്മളിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള മുന്നേറ്റങ്ങൾ നിലനിൽക്കുന്നതും ഫലം നൽകുന്നതായിട്ട് മാറുകയുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. നമ്മുടേത് ഒരു കമ്മ്യൂണിറ്റിയാണ്. വൈദികരും സന്യസ്തരും സമർപ്പിതരും അൽമായരും എല്ലാവരും ചേർന്ന് ക്രിസ്തുവിന്റെ ബലി ഒരുമിച്ചർപ്പിക്കുന്ന സമൂഹം. ഇതാണ് നമ്മുടെ സമൂഹം. അതല്ലാതെ ലൈറ്റിക്ക് ഒരു സമൂഹം, അച്ഛന്മാർക്ക് വേറെ സമൂഹം, സമർപ്പിതർക്ക് വേറെ സമൂഹം, അങ്ങനെയല്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് ചെന്ന് ഒരുമിച്ചർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ബലി. ഇതാണ് നമ്മുടെ സഭയ്ക്കുണ്ടായിരിക്കേണ്ട ആ മനോഹരമായിട്ടുള്ള ചിന്ത. ഒരുമിച്ച് ബലിയർപ്പിക്കുന്ന സമൂഹമായിട്ട് നമ്മൾ മാറട്ടെ. രണ്ടാമതായിട്ട് അപ്പോൾ നമുക്ക് വേണ്ടത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ലൈറ്റിയാണ്. എറണാകുളം അതിരൂപതയിൽ അങ്ങനെ ഒരു ലൈറ്റി ഉണ്ട് എന്ന് ലോകം മുഴുവൻ അറിഞ്ഞൊരു സമയമാണ്. എനിക്കതിനെക്കുറിച്ച് യാതൊരു എന്താ പറയുക, അങ്ങനെ പറയുന്നതിൽ എനിക്ക് അഭിമാനമാണ്. ചിലപ്പോഴൊക്കെ വെട്ടിയ വഴികളിലൂടെ പോകാൻ നമുക്ക് എളുപ്പമാണ്. വഴി വെട്ടിപ്പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെതായ എല്ലാ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസും നിങ്ങൾക്ക് ഉണ്ടാവും. അതിനെ നിങ്ങൾ ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ദൈവാത്മാവിൽ പൂർണ്ണമായിട്ട് ശരണപ്പെട്ട് മുമ്പോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒത്തിരി നന്മ സഭയ്ക്ക് നൽകുന്ന ഒരു വലിയ മാറ്റമായിട്ട് ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞങ്ങളെ ആശംസിക്കുകയാണ്. രണ്ടാമതായിട്ട് ലൈറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ ഡീക്ലറിക്കലൈസ് ചെയ്യണമെന്നാണ് പറയുക. അതായത് പൗരോഹിത്യവാദ ചിന്താഗതികളിൽ നിന്നൊക്കെ നമ്മുടെ സമൂഹം, നമ്മുടെ ഇടവകയെ, നമ്മുടെ രൂപതയെ, നമ്മുടെ കത്തോലിക്ക സഭയെ നിങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നുള്ളത് അത് ഒരു എന്താ പറയുക, ആത്മീയമായ ആഗ്രഹത്തോടുകൂടി, നന്മ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. അച്ഛന്മാരുടെ കുറ്റം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ കള്ളക്കണക്കുണ്ടോ എന്ന് നോക്കാനോ അല്ലെങ്കിൽ ഇടവകയിൽ ഇതിന്റെ ഭാഗമാകുമ്പോൾ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാനോ അങ്ങനെയൊന്നും ആയിരിക്കരുത്. ഇത് സഭാസമൂഹത്തെ വളർത്തുവാനുള്ള നമ്മുടെ ദൈവാത്മാവിനാൽ പ്രേരിതമായ ആഗ്രഹത്തിൽ നിന്ന് സംഭവിക്കുന്നതായിരിക്കണം. അങ്ങനെ സംഭവിച്ചാലേ അതിന് നന്മയുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ദൈവത്തെ ഒരേ പിതാവിന്റെ മക്കളാണ് എന്നുള്ള ബോധ്യത്തോടെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഭാഗം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. മൂന്നാമതായിട്ട് ബേസിക് എക്ലൈസിയ കമ്മ്യൂണിറ്റീസ് എന്നുള്ളതാണ്. നമ്മൾ ഈ കുടുംബ യൂണിറ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ അതിന്റെ ഒരു ചെറിയ ഭാഗമാണ്. അങ്ങനെയുള്ളതിൽ അവിടെ കുറെ വയസ്സായ കുറെ അമ്മച്ചിമാർ വന്നിരുന്ന കൊന്തയും ചൊല്ലി എപ്പോഴെങ്കിലും ഒരു സിസ്റ്റർ വന്ന ഒരു കഥയും പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന പരിപാടിയാക്കാതെ അതിനെ നമ്മുടെ സഭയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന, മനസ്സിലാക്കുന്ന, പങ്കുവെച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവമായ മൂല്യങ്ങളൊക്കെ പങ്കുവെക്കുന്ന ഇടമായിട്ട് അത് മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ കോ റെസ്പോൺസിബിലിറ്റിയും അല്ലെങ്കിൽ ഈ ഷിഫ്റ്റിംഗ് ഒക്കെ സാധ്യമാവുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം പഴയ പോലെ ശങ്കരൻ പെണ്ണയും തെങ്ങമേ ആയതുപോലെയാവും. അതുകൊണ്ട് നമ്മുടെ സമൂഹങ്ങളെല്ലാം ക്രിസ്തു സ്ഥാപിച്ച സമൂഹമാണെന്ന് ഉറപ്പാക്കുന്ന വിധത്തിൽ ജീവിക്കുവാൻ, അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിലും ദൈവം നമുക്ക് നൽകിയ എല്ലാ സമൂഹങ്ങളിലും നമ്മുടെ ഭാഗങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നവരാകുവാൻ, അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികൾ, കുടുംബയോഗങ്ങൾ, വാർഡുകളിലെല്ലാം ആത്മീയമായിട്ടും ഭൗതികമായിട്ടും സഭാപരമായിട്ടൊക്കെ വളരെയധികം എനർജിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതുവഴി സഭയെക്കുറിച്ചൊക്കെ കൂടുതൽ തുറവിയും അറിവുമുള്ളവരായിട്ട് മാറാനൊക്കെ ആയിട്ട് നമ്മൾ
പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ സെമിനാരിൽ പിള്ളേരെ +1 +2 പഠിപ്പിക്കുമ്പോൾ ഞാൻ സോഷ്യോളജിയാണ് പഠിപ്പിക്കുന്നത്. അതിലൊരു കൺസെപ്റ്റ് ഉണ്ട്, കൾച്ചറൽ ലാഗ് എന്നാണ് അത് പറയാം. കൾച്ചറൽ ലാഗ് എന്ന് വെച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയാം, മെറ്റീരിയൽ ആസ്പെക്റ്റ് അതായത് പുതിയ നൂതനമായ എന്താ പറയുക സയൻസ് അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ മ്യൂസിക്കുകൾ, പുതിയ വസ്ത്രധാരണങ്ങൾ, പുതിയ ഫാഷനുകൾ, അതെല്ലാം വളരെ പെട്ടെന്ന് മാറ്റം വരും. നമുക്കറിയാം പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ പെൺകുട്ടികളാരും പറയണേ പെട്ടെന്ന് മനസ്സിലാവും, അവർ പാവാടയും ബ്ലൗസാണ് ധരിച്ചിരുന്നത്, പിന്നെ അത് ചുരിദാറായി, പിന്നെ അത് ജീൻസായി, പല പല വസ്ത്രധാരണങ്ങൾ സംഭവിച്ചിട്ട് വളരെ പെട്ടെന്ന് മാറ്റം സംഭവിക്കുന്നതാണത്. ആ സമയം നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ എന്താ പറയുക ഒപ്പീനിയൻസ്, അതൊന്നും പെട്ടെന്ന് മാറില്ല. അത് വളരെ സാവധാനം മാത്രമേ മാറുള്ളൂ. അപ്പോൾ ഇത് തമ്മിൽ ഭൗതികമായ തലത്തിൽ വളരെ സ്പീഡിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ മാനസികമായ തലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ധാർമ്മികമായ തലങ്ങളിൽ വളരെ സാവധാനം മാത്രം മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇത് തമ്മിൽ ചെറിയൊരു ഫ്രിക്ഷൻ ഉണ്ടാവും. ഇതിനാണ് കൾച്ചറൽ ലാഗ് പറയുക. ഇനി നമ്മൾ ഇവിടെ വലിയൊരു സംവിധാനം, ഇവിടെ ചെറിയൊരു സംവിധാനമൊക്കെ ഉണ്ടാക്കി, നമ്മൾ പലരും വന്നു, പല കാര്യങ്ങൾ ചർച്ച ചെയ്തു, പലതരം മീറ്റിങ്ങുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇത് വളരെ പ്രസക്തമാണ്. നമ്മൾ തിരിച്ചറിയണം, നമ്മൾക്ക് മാത്രമാണ് ഇവിടെയുള്ള മീറ്റിങ്ങുകളും ഇവിടെയുള്ള ക്ലാസ്സുകളും ഇവിടെയുള്ള ആശയങ്ങളൊക്കെ മനസ്സിലായിട്ടുള്ളത്. പുറത്തുള്ള മനുഷ്യർക്ക് പക്ഷേ ഇതിനെക്കുറിച്ച് ഇത്രയ്ക്ക് ഗ്രാഹ്യം ഉണ്ടാവില്ല. നമ്മൾ ചില പ്രത്യേകമായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്, സാഹചര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ ഉണർന്നെണീറ്റവരും പല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയവരും അതുകൊണ്ട് തന്നെ മുൻപേ ഓടുന്നവരുമാണ്. മുൻപേ ഓടുന്ന ആൾക്ക് എന്താ സംഭവിക്കുക? ഏറ്റവും കൂടുതൽ ഏറ് കൊള്ളാനായിട്ട് സാധ്യതയുള്ള ആളാണ്. ഏറ്റവും മുമ്പിൽ ഈ നാഷണൽ ജിയോഗ്രഫിക് ചാനലിൽ ഒരു പ്രാവശ്യം ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ കുറേ വേട്ടനായ്ക്കൾ ഒരുമിച്ച് ഇങ്ങനെ എന്താ പറയുക മഞ്ഞിലൂടെ പോകുന്ന ഒരു ഇത് കാണാണ്. അപ്പോൾ അതിൽ അവർക്കൊരു എന്താ പറയുക ഒരു സ്ട്രക്ചർ ഉണ്ട് ഈ പോകുന്നില്ല. ഏറ്റവും ആദ്യം പോകുന്നത് ഏറ്റവും അവശരായ പ്രായമായ ചെന്നായ്ക്കളെന്ന് പറയാം. കാരണം അവർക്ക് പ്രായത്തിൻ്റേതായ അറിവുണ്ട്. മാത്രമല്ല അവർക്ക് എന്തെങ്കിലും സംഭവിച്ച് സാരമില്ല, കാരണം നഷ്ടപ്പെടുന്നത് പ്രായമായവരെയാണ്. നടുക്കുള്ളത് അമ്മയും കുഞ്ഞുങ്ങളുമാണ്. ഇതിന് രണ്ടിനിടയിലായിട്ട് ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരുണ്ട്. ഏറ്റവും പുറകിലാണ് നായകനായവൻ വരുന്നത്. ഇതുപോലെ നിങ്ങളെ ഏറ്റവും മുമ്പിൽ ഓടുന്നവരാണ്, മുമ്പേ പറക്കുന്ന പക്ഷികൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ എറണാകുളം രൂപതയിലെ അൽമായ മുന്നേറ്റം മുൻപേ പറക്കുന്ന പക്ഷികളാണ്. മുൻപേ പറക്കുമ്പോൾ പല ഗുണങ്ങളുണ്ട്, പോസിറ്റീവായിട്ട് കുറേ വശങ്ങളുണ്ട്, അതുപോലെ വളരെയധികം അപകടമുണ്ട്. എന്താ? ഏറ്റവും ആദ്യം ഏറ് കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും. അപ്പോൾ ഏറ് കൊള്ളാനായിട്ട് തയ്യാറായിട്ട് ഇത്രയും പേര് ഇവിടെ നിൽക്കുന്നു എന്നുള്ളത്, സഭയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി ഏറ് കൊള്ളാനായി തയ്യാറായിട്ട് നിങ്ങളിവിടെ നിൽക്കുന്നു എന്നുള്ളത് ഇന്നും നമ്മുടെ സഭയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും സ്ലീഹന്മാരുടെ, തോമാസ് സ്ലീഹായുടെ പിൻഗാമികളാണ്. സെബസ്ത്യാനോസിൻ്റെയും മറ്റും പല വിശുദ്ധരുടെയും രക്തം കണ്ടാണ്, അല്ലെങ്കിൽ അവർ പകർന്നു നൽകിയ മനോഹരമായ വിശ്വാസമാണ് നമ്മുടെ രക്തത്തിലുള്ളത് എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയാം. എനിക്ക് നിങ്ങളെക്കുറിച്ച് അഭിമാനമാണുള്ളത്. ഈ കൾച്ചറൽ ലാഗിൽ നമുക്കുള്ളൊരു ഞാൻ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നതാണ്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വലിയൊരു വിജയം നിങ്ങൾ സ്വപ്നം കാണരുത്. പക്ഷേ വിജയം ഉണ്ടാവുക തന്നെ ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ. പ്രതീക്ഷയോടെ കാത്തിരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ആരാണ് പ്രതീക്ഷയുള്ളവൻ? പ്രതീക്ഷയുള്ളവൻ വിശ്വാസമുള്ളവനാണ്. ആർക്കാണ് വിശ്വാസമുള്ളത്? സ്നേഹമുള്ളവനാണ് വിശ്വാസമുള്ളത്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവന് വിശ്വസിക്കാനും, വിശ്വസിക്കുന്നവന് പ്രതീക്ഷയുള്ളവനാകാനും, പ്രതീക്ഷയുള്ളവന് കാത്തിരിക്കാനും സാധിക്കും. നിങ്ങളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമൂഹമായി മാറട്ടെ എന്നും, നാളെ തീർച്ചയായിട്ടും നമ്മൾ അനുഭവിച്ച എല്ലാ ത്യാഗങ്ങൾക്കും ദൈവം പ്രതിഫലം തരുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഇവിടെ ഞാൻ വരാനായിട്ട് കാരണമായിട്ടുള്ള ആരാണെന്ന് എനിക്കറിയാം. ജോയ്സ് അച്ഛനാണ്. അച്ഛനോടെ കാണുന്നില്ല. അച്ഛനാണ് എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യത. അച്ഛന് നന്ദി പറയുന്നു. പിന്നെ എന്നെ വിളിച്ച ബിനു ജോൺ വക്കീൽ സാറിന് പ്രത്യേകമായിട്ട് നന്ദി. ശരിക്കും നിങ്ങൾ വലിയൊരാളെ വിളിക്കുകയല്ല ചെയ്തത്, നിങ്ങൾ വലിയൊരാളെ വിളിക്കേണ്ടതായിരുന്നു. നിങ്ങളുടെ കഷ്ടകാലത്തിന് ഞാനാണ് വന്നത്. പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ എനിക്ക് വളരെയധികം എനിക്കറിയാം ഞാനിവിടെ ഇവിടെ ഉള്ളിരിക്കുന്നത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിൽ പോലും ഞാൻ പറയാണ്, ഞാൻ വളരെയധികം ഓണേഡ്, എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട് ഇങ്ങനൊരു സദസ്സിൽ വരാനും നിങ്ങളോട് എൻ്റെ ഏറ്റവും പരിമിതമായ അറിവുകൾ, എന്നേക്കാളും ഒത്തിരി അറിവുള്ളവരാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ എനിക്കറിയാം. നിങ്ങളുടെ പാനലിൽ ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നതിൽ ഏറ്റവും മണ്ടൻ ഞാനാണ്, അതും എനിക്കറിയാം. അപ്പോൾ
എങ്കിലും ഇവിടെ വരാനും നിങ്ങളോട് സംസാരിക്കാനും സാധിച്ചതിൽ വലിയ സന്തോഷം. എല്ലാവിധ ആശംസകളും എൻ്റെ എളിയ പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുന്നു. ദൈവം എന്നും വിജയിക്കട്ടെ. കർത്താവിൽ എല്ലായിടത്തും മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നമ്മളെല്ലാവരും എന്നും സൗഖ്യമായി മുമ്പോട്ട് പോകട്ടെ. ഈശോ മിശിഹായ്.